ஞாபகம் மோதுதே மனம் ஏங்குதே. ഈ ജ്ഞാപകം പോലുള്ള കോമ്പോസിഷൻ എനിക്ക് ഇനി വരുമോ? എവിടെ നിന്ന് വരാൻ? അന്തസ്. ഈ പാട്ട് പാടിയിട്ടല്ലേ പണ്ട് ഇവൻ രേഷ്മേനെ വളച്ച്. ദൈവം സാധിച്ച് നമുക്കതിനുള്ള കഴിവൊന്നും കിട്ടിയിട്ടില്ല. ഇയാള് പിന്നെ രാഷ്ട്രീയ കളിച്ച് ഭയങ്കര ഗൗരവത്തിൽ നടക്കുമല്ലായിരുന്നു. പണ്ടത്തെ പുലി വീട്ടിലിപ്പോ എലിയാന്നാ നീ ഇത് പറഞ്ഞ. ഈ വിളക്കുണ്ട്. ആ വാ വാ അടിച്ചു കയറി വാ. സോറി മക്കളെ, വരുന്ന വഴിക്ക് ഭയങ്കര ട്രാഫിക് ആയിരുന്നു. നീ പുതിയ വണ്ടി എടുത്താ? ഞാൻ ആ സെഡാനം കൊടുത്തിട്ട് ഒരു SUV അങ്ങ് എടുത്ത്. ഒരേ സ്ഥലത്ത് പഠിച്ച് ഒരേ സ്ഥലത്ത് ജോലിയും ചെയ്തു. എന്നിട്ട് നിനക്ക് മാത്രം ഇവിടെ നടാവോ ഇത്രയും പൈസ? അവൻ പണ്ടേ സേവിങ്സിന്റെ ആളല്ലേ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കിട്ടുന്ന പൈസ മൊത്തം KSFിലെ ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. പണ്ടേ സേവ് ചെയ്യേണ്ടായിരുന്നു. ആകെയുള്ളത് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് കിട്ടിയ പൈസ FD ഇട്ടത് മാത്രം. ആര് പറഞ്ഞു നീ പറ്റില്ലാന്ന്? നിന്റെ ഒരു FD ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അത് വളർത്താല്ല. അതെങ്ങനെ? നീ ആ ഫണ്ട് എടുത്തിട്ട് KSFില് ഒരു മുടക്കച്ചിട്ടി കയറി. മുടക്കച്ചിട്ടിയോ? അതെന്തുവാ? ഈ മുടക്കച്ചിട്ടി എന്ന് വെച്ചാൽ ആരെങ്കിലും തുടങ്ങി വെച്ച ചിട്ടിയായിരിക്കും. എന്തെങ്കിലും സാഹചര്യം കൊണ്ട് അവർക്ക് അടയ്ക്കാൻ പറ്റാതെ വരും. അപ്പോൾ ചിട്ടി തുടങ്ങിയപ്പോൾ മുതലുള്ള മാസത്തവണ അടച്ച് നമുക്ക് ആ ചിട്ടി ചേരാം. ഓ, അത് തന്നെ. മുടക്കച്ചിട്ടി ആയിരുന്നു നിനക്ക് നേരത്തെ വിളിച്ചെടുക്കാൻ പറ്റും. ആ പൈസ എടുത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിന്റെ പലിശ വെച്ചിട്ട് നിനക്ക് KSFില് വേറെ ചിട്ടിക്കും ചേരാം. KSFിയുടെ വന്തരം പദ്ധതി ഉള്ളത് കാരണം 60 വയസ്സിന് മുകളിലുള്ളവർക്കെല്ലാം 8.75% വരെ പലിശയും കിട്ടും. ഇത് കൊള്ളാലോ. ഞാൻ എൻ്റെ ഓൾ ഇന്ത്യ ട്രിപ്പിന് എങ്ങനെ പൈസ കണ്ടെത്തുന്ന ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ നീ എങ്ങോട്ടാ? മസനഗുഡി വഴി ഊട്ടി. സൂപ്പർ.